മൂന്നാം തവണയും അധികാരത്തിലെത്തിയ NDA ഗവൺമെൻറ് സർക്കാർ രൂപീകരിച്ച ആദ്യ ദിവസം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, കാപ്പെക്സ് തുടങ്ങിയ സെക്ടറുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് കഴിഞ്ഞ ദിവസം നൽകിയത്. ഇൻഫ്രാസ്ട്രക്ചർ, റിയൽ എസ്റ്റേറ്റ് പോലുള്ള സെക്ടറിനെ ബൂസ്റ്റ് ചെയ്യുന്ന അഫോർഡബിൾ ഹൗസിംഗ് സ്കീം ഈ ടെന്യൂറിലും നിലനിർത്താൻ ഗവൺമെൻറ് തീരുമാനിക്കുകയായിരുന്നു. ഇതിൻ്റെ ഭാഗമായുള്ള PMAY സ്കീം വഴി 2.5 കോടി ഹൗസുകൾ നിർമ്മിക്കാനാണ് ഈ ടെന്യൂറിൽ ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അപ്രൂവൽ കഴിഞ്ഞ ദിവസം ക്യാബിനറ്റ് നൽകുകയും ചെയ്തു. അതായത് വരും വർഷങ്ങളിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സെക്ടറും റിയാലിറ്റി സെക്ടറും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചേക്കാം. ഈ സെക്ടറിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ റോ മെറ്റീരിയൽ സെക്ടറിലും വരും ദിവസങ്ങളിൽ ഒരു അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ അഫോർഡബിൾ ഹൗസിംഗ് സെക്ടറിൽ ഗവൺമെൻറ് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റിന് ഡിമാൻഡ് ഉയരുകയും ഇൻഡസ്ട്രിയിൽ കാപ്പെക്സ് വർധന ഉണ്ടാവുകയും ചെയ്യും. ഇത് സിമൻറ്റ് പോലുള്ള റോ മെറ്റീരിയൽസിൻ്റെ ഡിമാൻഡ് ഉയർത്തും. വരും വർഷങ്ങളിൽ സിമൻറ്റിൻ്റെ ഡിമാൻഡ് 8% മുകളിൽ നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ സിമൻറ്റ് കമ്പനികൾക്ക് പ്രൈസിംഗ് പവർ വളരെ പെട്ടെന്ന് തന്നെ കൺസ്യൂമേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും സിമൻറ്റ് കമ്പനികൾ ഡീസൻറ്റ് പെർഫോമൻസ് നടത്താനും സാധ്യതയുണ്ട്. അടുത്ത ആഴ്ച മുതൽ മൺസൂണിൻ്റെ ആരംഭത്തോടുകൂടി സിമൻറ്റിൻ്റെ ഡിമാൻഡ് നിയർ ടൈമിൽ ഇടിഞ്ഞേക്കാം. എന്നാലും 2025 ഫിനാൻഷ്യൽ ഇയറിലെ സെക്കൻഡ് ഹാഫോടുകൂടി സിമൻറ്റിൻ്റെ ഡിമാൻഡ് ശക്തമായി ഉയരുമെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും സിമൻറ്റ് സെക്ടറിലെ സ്റ്റോക്കുകൾക്ക് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. അൾട്രാടെക് സിമൻറ്റിന് ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും ബൈ എന്ന റേറ്റിംഗ് നൽകി. അൾട്രാടെക് കൂടാതെ ഗ്രാസിം ഇൻഡസ്ട്രീസ്, ശ്രീ സിമൻറ്റ്, ദാൽമിയ ഭാരത് തുടങ്ങിയ സ്റ്റോക്കുകൾക്കാണ് ബൈയിങ് റേറ്റിംഗ് ലഭിച്ചിരിക്കുന്നത്. അംബുജ സിമൻറ്റിന് ന്യൂട്രൽ റേറ്റിംഗും രാംകോ സിമൻറ്റ്, നുവോക്കോ വിസ്റ്റ, JK ലക്ഷ്മി സിമൻറ്റ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് സെൽ എന്ന റേറ്റിംഗും നൽകി. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ സിറ്റി ഗ്രൂപ്പ്, ACC, അംബുജ, അൾട്രാടെക്, ഡാൽമിയ സിമൻറ്റ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ബൈ എന്ന റേറ്റിംഗ് നൽകി. മോത്തിലാൽ ഒസ്വാളിൻ്റെ റിസർച്ച് റിപ്പോർട്ട് പരിശോധിച്ചാൽ അവിടെ സിമൻറ്റിൻ്റെ വോളിയം 5 മുതൽ 6% മന്ത് ടു മന്ത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മോത്തിലാൽ ഒസ്വാളിൻ്റെ ടോപ്പ് സിമൻറ്റ് പിക്കായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അൾട്രാടെക് സിമൻറ്റാണ്. ഇതോടൊപ്പം തന്നെ ദാൽമിയ ഭാരത്, JK ലക്ഷ്മി സിമൻറ്റ് തുടങ്ങിയ സ്റ്റോക്കുകളെ മിഡ് ക്യാപ് സെക്ടറിൽ നിന്നും മോത്തിലാൽ ഒസ്വാൾ എന്ന ബ്രോക്കേജ് ഏജൻസി സജസ്റ്റ് ചെയ്യുന്നു. ഇയർ ടിൽ ഡേറ്റിൽ അൾട്രാടെക് സിമൻറ്റ് ഏകദേശം 4% റിട്ടേൺ നൽകി. സ്റ്റോക്ക് റീസെൻ്റ്ലി അതിൻ്റെ 52 വീക്ക് ഹൈക്ക് അടുത്തേക്ക് എത്തുകയും ഇന്നത്തെ ദിവസം സ്റ്റോക്കിൽ നമ്മൾക്കൊരു ബ്രേക്കൗട്ട് കാണാൻ സാധിക്കുകയും ചെയ്തു. ഔട്ട് ഓഫ് 42 അനലിസ്റ്റിൽ 34 അനലിസ്റ്റും അൾട്രാടെക് സിമൻറ്റ് എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 5 അനലിസ്റ്റ് ഹോൾഡ് എന്ന റേറ്റിംഗും 3 അനലിസ്റ്റ് സെൽ എന്ന റേറ്റിംഗുമാണ് നൽകിയിരിക്കുന്നത്. ഇന്ന് അൾട്രാടെക് 10,500 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് 11,000 മുകളിലാണ് ക്ലോസിംഗ് നൽകിയത്. വരും ദിവസങ്ങളിൽ, അതായത് മൺസൂണിൻ്റെ ആരംഭത്തോടുകൂടി വീണ്ടും സ്റ്റോക്ക് 10,000, 10,500 തുടങ്ങിയ ലെവലുകൾ റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മീഡിയം ടൈം പോയിൻ്റ് ഓഫ് വ്യൂ അൾട്രാ സിമൻറ്റ് എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. സിമൻറ്റ് സെക്ടറിൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ള മറ്റൊരു പിക്ക് ദാൽമിയ ഭാരത് അല്ലെങ്കിൽ ദാൽ ഭാരത് എന്ന സ്റ്റോക്കാണ്. ദാൽമിയ ഭാരത് 1882 ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1925 ഒരു പ്രധാന റെസിസ്റ്റൻസ് സോണാണ്. 1925 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 2000, 2100, 2200, ഈവൻ 2300 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്